എറിക് ടെൻ ഹാഗിനെ കോച്ചിംഗ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയാണെങ്കിൽ പകരം ചെൽസി മുൻ പരിശീലകൻ ഗ്രഹാം പോട്ടർ വരാൻ സാധ്യത. വിവിധ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് വാർത്തകൾ നൽകിയിട്ടുണ്ട്. ജിം റാഡ്ക്ലിഫിന്റെ ഇനിയോസ് ഗ്രൂപ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഓഹരികൾ വാങ്ങുന്നതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ ഇതിന് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇനിയോസ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഫ്രഞ്ച് ക്ലബ് നീസിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ഗ്രഹാം പോട്ടറെ കൊണ്ടുവരാൻ ചർച്ച നടത്തിയിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് ഓഫർ വന്നാൽ ഗ്രഹാം പോട്ടർ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ചെൽസിയുടെ മോശം പ്രകടനം കാരണം കഴിഞ്ഞ സീസൺ അവസാനിക്കും മുമ്പ് പുറത്താക്കപ്പെട്ട ഗ്രഹാം പോട്ടർ ഇതുവരെ മറ്റു ചുമതലകളൊന്നും ഏറ്റെടുത്തിട്ടില്ല. ചെൽസി എത്തും മുമ്പ് ബ്രൈറ്റന്റെ പരിശീലകനായിരുന്നു ഗ്രഹാം പോട്ടർ. ബ്രൈറ്റൻ കോച്ച് എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പോട്ടറിന് സാധിച്ചിരുന്നു. ബ്രൈറ്റനെ ഏത് ടീമും പേടിക്കുന്ന നിലയായി വാർത്തെടുത്തത് ഗ്രഹാം പോട്ടർ ആയിരുന്നു. ചെൽസിയിൽ പരാജയമായിരുന്നെങ്കിലും മികച്ച പ്രതിഭയുള്ള കോച്ചായാണ് ഗ്രഹാം പോട്ടർ വിലയിരുത്തപ്പെടുന്നത്. എറിക് ടെൻ ഹാഗിന് കീഴിൽ നിറം മങ്ങിയ പ്രകടനമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സീസണിൽ നടത്തുന്നത്. ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ അവസാന സ്ഥാനക്കാരായാണ് ടീം പുറത്തായത്. യൂറോപ്യൻ ലീഗ് പ്ലേ ഓഫ് ബെർത്ത് പോലും നേടാൻ റെഡ് ഡെവിൾസിന് സാധിച്ചിരുന്നില്ല. പ്രീമിയർ ലീഗിലും സ്ഥിരതയില്ലാത്ത പ്രകടനമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്.